Audience. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? ആരാണ്? ഞാനിവിടെ ഈ പൂജപ്പുര പൈ ഗാർഡൻസിൽ താമസിക്കുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനാ. ഇവിടെ അല്ലേ ഈ വർഷാപ്പ് ജോലി ചെയ്യുന്ന ഒരു നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള പയ്യൻ താമസിക്കുന്നത്? അതെ റൊണാൾഡ്. അതെ അതെ ഇവിടെയാ. ആ കുട്ടി ഒന്ന് വിളിക്കാമോ? അയ്യോ സാറേ ഇവിടെ ഇല്ല, അവനെ നാട്ടിൽ പോയിരിക്കാണ്. വൈഫും കുട്ടികളൊക്കെ അവിടെയാ. വിഷു ആയതുകൊണ്ട് അവർക്ക് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പോയത്. ഉച്ച കഴിഞ്ഞിട്ട് വരുമായിരിക്കും. അത് ശരി. എന്ത് പറ്റി? അല്ല ഇന്നലെ ആ പയ്യൻ അവിടെ വന്നിരുന്നു രാവിലെ സാറിന്റെ വീട്ടിലാ? അപ്പൊ ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോഴാ വന്നേ. നമ്മളെ വീടിന്റെ ഫ്രണ്ടിലൊരു വലിയ കൊന്നമരം നിപ്പുണ്ട്. അത് ഇച്ചിരി പൂ അടുത്തോട്ടെ ചോദിച്ചു. ഈ പോകാൻ നിൽക്കുന്ന ആ ധൃതിയിൽ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. തിരികെ വൈകുന്നേരം വന്നപ്പോൾ കണ്ട കാഴ്ച എന്താ അറിയോ? ആ കൊന്ന മരത്തിനെ തന്നെ കൊന്നു നിർത്തിയിരിക്കുക. എന്തിന്? നമ്മുടെ വീട്ടിൽ കണി വയ്ക്കാൻ ഒരു പൂവിന് പോലും നിർത്തിയിട്ടില്ല. അവൻ വരുമ്പോ ഞാൻ സാറിനെ വിളിക്കാൻ പറയാം. അതിനൊന്നും ആവശ്യമില്ല. അത് അറിയാതെ പറ്റിപ്പോയി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും അയാളോട് പറഞ്ഞു വലിച്ചേക്കണം, മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന്. എന്നാലും അവൻ ചെയ്തത് മോശമായി പോയി. അവൻ വന്ന് സാറിനോട് സോറി പറഞ്ഞോളൂ. ഏയ് അതിനൊന്നും ഒരു ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ ഇന്ന് വിഷു അല്ലേ എന്ന് പറഞ്ഞാൽ തുല്യതയായിട്ടുള്ള ദിവസം. ചിലർ ബുദ്ധി കൊണ്ട് സംസാരിക്കും, ചിലർ ഹൃദയം കൊണ്ട് സംസാരിക്കും. ഹൃദയവും ബുദ്ധിയും തുല്യമായി ചേർത്ത് വെച്ച് സംസാരിച്ചാൽ എല്ലാം നല്ലതായേ വരുള്ളൂ. അപ്പോൾ ഹാപ്പി വിഷു. ശരി സാർ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഈ ചെറുക്കൻ എന്ത് പണിയെ കാണിച്ചത്? ഇത് നോക്കിയത് നല്ലൊരു ദിവസമായിട്ട്. പ്ലീറ്റോ പ്ലീറ്റോ നോക്കിയേ നോക്കിയേ, ഇതെന്തോ ഉറക്കം ഉറങ്ങണ ക്ലീറ്റ്? നേരം വെളുക്കെ നല്ല ക്ഷീണോടി. എന്തിനു ക്ഷീണം? എഴുന്നേറ്റേ എഴുന്നേറ്റേ. കണി കണ്ടിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങണ കൊള്ളൂലെന്ന്. കണി കണ്ടല്ലോ, ഇനി എന്താ പിന്നെ? ക്ലീറ്റ് എരണക്കേടാന്ന് പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ വെറുതെ കണ്ണടച്ച് ഇങ്ങനെ ആലോചിക്കുക പലതും. എന്റെ ദൈവമേ, നല്ലൊരു ദിവസമായിട്ട് ഈ മനുഷ്യൻ എന്നെ കൊണ്ട് ദേഷ്യം പിടിക്കും. ക്ലീറ്റ് എഴുന്നേക്കാൻ. തങ്കം എടി, എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അൻസാറിനെ നടനെ വിളിച്ചപ്പോൾ അവർക്കെല്ലാം വിഷു ആഘോഷം എന്തൊക്കെ പരിപാടിയുണ്ട്, വിളിക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ചില വർത്താനം പറഞ്ഞിരിക്കും. ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇല്ലെന്ന് പറ. എനിക്ക് ഇച്ചിരി കിടക്കാം. നീ ഇവിടെ വന്ന് കിടക്ക് തങ്കം. പിന്നെ കിടക്കല്ലേ ഞാൻ. ക്ലീറ്റോനെ അന്വേഷിച്ചല്ല വന്നത്. ക്ലീറ്റോനെ അന്വേഷിച്ചല്ല, പിന്നെ റൊണാൾഡിനെ. അവനെ അന്വേഷിച്ചെങ്കിൽ അവൻ പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും. റൊണാൾഡിന്റെ തല ആരെങ്കിലും കൊണ്ടുപോകും മിക്കവാറും. അവനെ ആരുടെ വീട്ടിൽ നിന്ന് കണിക്കൊന്നയുടെ മരം ഫുള്ള് കാലിയാക്കിന്നോ ആ മരം വെളുപ്പാക്കിന്നൊക്കെ പറഞ്ഞ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കണിക്കൊന്ന കച്ചവടമായിരുന്നല്ലോ. അതാ അവിടുന്ന് കട്ടെടുത്തതാറ്റാ. ഇവന്റെ കാര്യം ആൾക്കാരെ കൊണ്ട് നല്ലൊരു ദിവസമായിട്ട് ഇച്ചിരി വർത്താനം പറഞ്ഞിരിക്കാം. ബാ. അതെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ അടുക്കളയിലോട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ട് വേണ്ട. 5 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് വേണ്ട. വാ. അതെ തങ്കം, നിനക്കറിയില്ല, എന്നെപ്പോലൊരു പൊതുപ്രവർത്തകന് തിരക്കില്ലാത്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ വീണ് കിട്ടണം. ഇച്ചിരി സമയം ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ കിടന്നിട്ട് ഞാൻ വരാം. പ്ലീസ് 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 5 മിനിറ്റ് 5 മിനിറ്റ് കിടന്നിട്ട് വരാം. ഡീ പിണങ്ങല്ലേ? നന്നായി, നല്ല ഉറക്കമാണ്. നേരം കമലാനേത്രൻ്റെ വർണ്ണ ചാർത്തി
ആ ചേട്ടാ ഹാപ്പി വിഷു ഹാപ്പി വിഷു. ആ ഇല്ല ഞാൻ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ പോലെ അല്ല ഞാൻ ഇവിടെ എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് ഞാൻ പോകാതെ നിൽക്കുകയാണ്. ആ ഇനി അഥവാ ഏട്ടൻ പുറത്ത് പോകണമെങ്കിൽ വീട്ടിൽ കൊടുത്തിട്ടാലും മതി. ആ ആണോ വെയിറ്റ് ചെയ്യോ? ആ ശരി ഞാൻ വേഗം ഇറങ്ങാം. ആ ശരി ഓക്കെ ഹാപ്പി വിഷു ഹാപ്പി വിഷു. ഇന്ന് മൊത്തം ഫോൺ തന്നെ ആശംസകളുടെ ഒരു ബഹളം തന്നെ. ഹലോ ഹാപ്പി വിഷു. ഹാപ്പി വിഷു പപ്പേ. പിന്നെ നല്ല ആളാ. പപ്പ വന്നില്ലല്ലോ. ഈസ്റ്ററിന് വരാമെന്ന് പറഞ്ഞ് അന്ന് വന്നില്ല. അപ്പോൾ പറഞ്ഞു വിഷുവിന് വന്നേക്കാന്ന്. എന്നിട്ട് അപ്പോഴും വന്നില്ല. ഓ പപ്പയ്ക്ക് എന്നാ തിരക്കില്ലാത്തത്? 365 ദിവസവും തിരക്കാണ്. എന്നെ പറ്റിക്കുന്നത് തന്നെ മെയിൻ പരിപാടി. കണിയൊക്കെ വെച്ച് അതൊക്കെ എല്ലാ വർഷവും വെക്കുന്നതല്ലേ. ആ വെളുപ്പിനെ അമ്മേനെയും പിള്ളേരെയൊക്കെ വിളിച്ചുണർത്തി ഭഗവാനൊക്കെ തൊഴിച്ച് അതൊക്കെ നല്ലായിരുന്നു. പപ്പ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനൊക്കെ കണിയൊക്കെ കാണിക്കായിരുന്നു. ഞാൻ എന്തോരം ആശിച്ചതാണെന്നറിയോ? ഇല്ലാന്നേ അവരെല്ലാരും കൂടെ അമ്പലത്തിൽ പോയി. അമ്മാവനും അമ്മായിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാരും കൂടെ പോയി. ഞാൻ പോയില്ല പപ്പേ. അവർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ. രാവിലെ ഇവിടുന്നാണ് കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ചേച്ചിയുടെയൊക്കെ അവിടുന്ന്. ആ ഇപ്രാവശ്യം അങ്ങനെയാ. ആ എന്നേ വെക്കല്ലേ ദേ ഏട്ടൻ വന്ന് പപ്പ. ആ പപ്പ ഹാപ്പി വിഷു ഹാപ്പി വിഷു. ആ ഇല്ലില്ല ഞാനും പോയില്ല, അമ്പലത്തിൽ പോയില്ല. എനിക്ക് വേറെ ഒരാവശ്യം. ആ അല്ല പപ്പ വന്നില്ലല്ലോ. പപ്പ ഒന്നും പറയണ്ട. പപ്പ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടാ. ആ അവൾ പറഞ്ഞായിരുന്നാ? ആ അതെ ഉച്ചയ്ക്ക് അങ്ങോട്ട് വന്ന് കഴിച്ച്. ഇല്ലില്ല ഇപ്പൊ വഴക്കൊന്നുമില്ല. നമ്മള് ഇപ്പൊ ഞങ്ങള് ഭയങ്കര സ്നേഹമുള്ള അളിയന്മാരാ. വെറുതെ അതൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇല്ല അപ്പ ആ സ്നേഹമൊക്കെ അങ്ങനെ ഉണ്ട്. ആ പപ്പ സൗകര്യം പോലെ പറഞ്ഞേ. ആ ശരി പപ്പ. ഓക്കെ ഞാൻ വിളിക്കാം. ആ ശരി ഹാപ്പി വിഷു ഹാപ്പി വിഷു. ആ ശരി. അയ്യോ കഴിഞ്ഞിട്ട് അയച്ചു തരണമെന്ന് പറയാൻ മറന്നുപോയി. അയ്യോ അത് ചിലപ്പോൾ ഇങ്ങനെ വരും. ഗൂഗിൾ പേ ചെയ്തോളും. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനൊന്ന് കാണാൻ വേണം. വേണ്ട കേട്ടാ. ഏത് നല്ല ദിവസം ഉണ്ടെങ്കിലും വേട്ടന്റെ സ്ഥിരം പരിപാടിയാ രാവിലെ ഒരു ഇറങ്ങിപ്പോകും. എടി അങ്ങനെ അല്ല, ഇത് വേറെ ആവശ്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കും. ഒരു ആവശ്യം വേണ്ട, രാവിലെ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. എടി കാപ്പി കുടിക്കാൻ നേരത്തെ ഞങ്ങൾ ഒരു അരമണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. ഏട്ടന് അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അവരൊന്നും അമ്പലത്തിൽ പോയി എത്തിയില്ലല്ലോ. അവരെത്തുമ്പോഴേക്ക് ഞാനിങ്ങ് എത്തും. ഉറപ്പാണോ? ഉറപ്പ്. പെട്ടെന്ന് പോയിട്ട് ഓ ഈ ആദ്യത്തെ ദിവസം എപ്പോഴും ഇങ്ങനെ എന്നെ കല്ലേ പിടിക്കും. ഒരു വല്ലാത്ത വിഷു. നരകാസുരനെ കൊന്നേരാന്നോ രാവണനെ കൊന്നേരാന്നോ വിഷു ആഘോഷിക്കുന്നത്? രാവണനെ ആയിരിക്കും. അതുകൊണ്ടല്ലേ വിഷുവിന്റെ തലേന്ന് നമ്മള് എല്ലാ ചപ്പും ചവറൊക്കെ ഒരു കത്തിക്കുന്ന മറ്റേ ലങ്കാദഹനം സൂചിപ്പിക്കാൻ അല്ലേ അമ്മ? അല്ല ഈ 2 ഐതിഹ്യം പറഞ്ഞ് ആഘോഷിക്കുന്നവരുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഈ കർഷകർ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിളവെടുപ്പൊക്കെ നടക്കുമ്പോൾ മറ്റേ നമുക്ക് സമ്പത്തൊക്കെ വരില്ലേ. അതിന്റെ സന്തോഷമായിട്ടാണ് നമ്മൾ ഈ വിഷു ശരിക്കും ആഘോഷിക്കുന്നത്. എന്നാ ശരിയടി. അമ്പലത്തിൽ പോയവരൊക്കെ വന്ന് തിരക്കായിരുന്നോ? നല്ല ഒന്നും പറയണ്ടടി, ഭയങ്കര തിരക്ക്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, എല്ലാവർക്കും വിശ്വാസം കൂടിയില്ല. നീയും കൂടെ വരേണ്ടതായിരുന്നു. അന്നേ കാപ്പി ഉണ്ടാക്കണ്ടായിരുന്നു അമ്മ. അതല്ലേ നീ വരാൻ ഞാൻ നന്നായി. രാവിലത്തെ കാപ്പി ഇവിടുന്ന്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം തങ്കത്തിന്റെ അവിടുന്ന്. സമത്വം, അതാണല്ലോ വിഷു. സത്യം. കമലാനേത്രൻ വിഷുവായിട്ട് വലത് കൈ കൊണ്ട് തന്നെ അടിപൊളി. വീട്ടിൽ പോയി അവളുടെ വിഷുക്കണിയുടെ കിറ്റ് വിതരണമായിരുന്നു. ഓയോ എല്ലാ ചൂടൊപ്പം പോലെ വിറ്റുപോയി. നീ വിറ്റാ? ഇല്ലേ, വെള്ളരി, കണിക്കൊന്ന പൂവ്, പിന്നെ മാങ്ങ, കുറച്ച് മുന്തിരി എല്ലാം വെച്ചിട്ട് കിറ്റ്. ചൂടൊപ്പം പോയി ഭയങ്കര നല്ല കാശ് കിട്ടിയിട്ടുണ്ടാവല്ലോ. കുഴപ്പമില്ല. റോസ് ചേച്ചിക്ക് എല്ലാം കൊടുത്താ? റോസ്മേരിക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തു. പിള്ളേരെ ഉള്ള പൂ കുറച്ച് പൂ ഉണ്ടായിരുന്നു. ആ പൂവൊക്കെ വെച്ചിട്ട് ഒരു വിഗ്രഹമൊക്കെ വെച്ച് ഫോട്ടോയൊക്കെ വെച്ചിട്ട് കണി കാണിച്ചു. കൈനീട്ടം കൊടുത്തു, കൈമീട്ടം മേടിച്ചു. നേരെ ഇങ്ങോട്ടു വിഭവ സമൃദ്ധ സദ്യ കഴിക്കണം, ഉറങ്ങണം, വൈകിട്ട് ഒരു ചെറുതെടുത്ത് അടിക്കണം. അല്ല ഈ പൂവിന്റെ കാര്യമേ, കണിക്കുന്ന പൂവിനൊക്കെ എന്തോ ഡിമാൻഡാന്നറിയോ? ചെറിയ അല്ലി വരെ പിടിച്ചോണ്ട് പോവാ. സത്യം പറഞ്ഞ എല്ലാ ദിവസവും വിഷു ആയിരുന്നെങ്കിൽ എന്റെ വിഷമം മാറിക്കിട്ടും. ഒരുപാട് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ലാഭമുള്ള ഒരു കച്ചവടം
ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അത് പിന്നെ ലാഭം ഉണ്ടാകും. മുടക്ക് മുതലില്ലാത്ത കച്ചവടം അല്ലേ? എന്തോ ഒരു കുത്തി വർത്താനം. എന്താന്ന് മനസ്സിലായില്ലേ നിനക്ക്? ഇന്നൊരാളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആര്? ഒരു പാവം മനുഷ്യന്റെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ. എന്തിന്? ഇവൻ അയാളുടെ വീട്ടിൽ ചെന്നത് കഴിഞ്ഞ ദിവസം എന്നിട്ട് ഇച്ചിരി കണിക്കൊന്ന പൊട്ടിച്ചോട്ടെ വീട്ടിലെ ആവശ്യത്തിനെന്ന് പറഞ്ഞു. അയാള് നല്ല മനുഷ്യനായതുകൊണ്ട് അയാള് പറഞ്ഞു ആ പൊട്ടിച്ചോ മോനെ എന്ന് പറഞ്ഞിട്ട് അവര് പുറത്തോട്ടേ പോയി. അവര് തിരിച്ചു വന്നപ്പോ കണിക്കൊന്ന മരത്തിന്റെ അടുത്ത് 2 ശിഖരം മാത്രം ഉണ്ട്. അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു. മൊത്തം പറിച്ച് വെളുപ്പിച്ച് വെച്ചാ? അല്ല വെളുപ്പിച്ചല്ല, ഞാൻ ചെന്ന് പറഞ്ഞു എനിക്ക് ആവശ്യത്തിന് പൂ തരുമോന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ആവശ്യത്തിന് പറിച്ചോളാൻ പറഞ്ഞു. ആവശ്യത്തിനുള്ള പൂ പറിച്ചിട്ട് പോണം, അതാ വേണ്ടിയത്. ഒരു മരത്തിന്റെ മുഴുവനുമാണ്. എന്തൊരു മര്യാദ കേട്ട പണിയായി പോയി. അല്ല ആ മനുഷ്യന് പാവം പിടിച്ചായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. മര്യാദക്ക് ചെന്നിട്ട് അതിനോട് സോറി പറഞ്ഞു ആ സാറിനോട്. അല്ലടാ ഈ മാങ്ങ പറിച്ച് ആരുടെ ഇനിയിപ്പോ അവരറിയില്ല. ഇനി ആരൊക്കെ ഇവിടെ വരുമോ? വരും. ആരും വരത്തില്ല. ഈ കുഞ്ഞുമക്കളൊക്കെ ഇത് കണ്ടാണല്ലോ പഠിക്കണേന്നാ. നാണം കെട്ട ഇടപാടുകളാണ് ഇതൊക്കെ. ഇവിടുത്തെ കണിയൊന്ന് കണ്ടിട്ട് വരാം. അതിന്റെ അതെന്നുള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കല്ലേ? ആർക്ക് വേണം കട ഫ്രൂട്ട്സ് പോ. പോയി. ഹാപ്പി വിഷു. ഓ ഇല്ല, ആഘോഷം അങ്ങനെ വേറെ വലിയ ആഘോഷമൊന്നുമില്ല. കുടുംബത്തിലെല്ലാവരും ഉണ്ട്. പിന്നെ എനിക്കൊന്നും 2 അത്യാവശ്യമുണ്ട്. ശരി ശരി ശരി, ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരോടും പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നീ ഇതെവിടേക്കാടാ? 1 2 അത്യാവശ്യം ഉണ്ടമ്മ. എന്തത്യാവശ്യം? എന്ത് അത്യാവശ്യം? ഒരു പൊതുപ്രവർത്തനം എന്തെല്ലാം അത്യാവശ്യമുണ്ട്. ഈ നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് ഇത്ര അത്യാവശ്യമുള്ളത്. നല്ല ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. അതിലൊക്കെ പങ്കെടുക്കണേ നമ്മുടെ പൊതുപ്രവർത്തനം. അപ്പുക്കുട്ട സാർ വിളിച്ച് അങ്ങോട്ട് ചെല്ലാനേ. അപ്പൊ അപ്പുക്കുട്ട സാറിന്റെ പട്ടിക്ക് വയറിളക്കം അല്ലെങ്കിൽ പൂച്ചയ്ക്ക് വയറിളക്കം. ചുമ്മാ ഇരടി. അപ്പുക്കുട്ട സാർ കൈനീട്ടത്തിന് വേണ്ടി മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം കൈനീട്ടം വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് ചെല്ലാം. കുടിച്ചിട്ട് പോകാം. അപ്പുക്കുട്ട സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നല്ലേ ക്ലീറ്റോ പറഞ്ഞതപ്പോ? എടി ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നല്ല, നടരാജൊക്കെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ സാറോട് ഇപ്പൊ സംസാരിച്ചിട്ട് വെച്ചേ ഉള്ളൂ. ഞാനെന്തിനു സാറ് നടരാജനൊക്കെ ഇന്ന് തിരക്കാണ്, വിഷുവായിട്ട് ഇന്ന് വിളിക്കല്ലേ ക്ലീറ്റോ എന്നല്ലേ പറഞ്ഞത്? അതെ അതെ, അവനെ തടുക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അവൻ ഒന്ന് നിർത്ത്. നല്ലൊരു ദിവസമായിട്ട് എന്തായാലും കാപ്പി കുടിച്ചിട്ട് പോയാ നല്ല ദിവസമായിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചിട്ട് പോവാം. ഞാൻ വന്നിട്ട് കുടിച്ചാ പോരെ? ആദ്യം സാറിനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. എടേ കാപ്പി കുടിച്ചിട്ട് പോയാൽ എന്താ കുഴപ്പം? പിന്നെ അവര് കാപ്പി കുടിക്കാൻ അത് വേണ്ടെന്ന് കഴിച്ചിട്ട് പോവാന്ന്. നല്ലൊരു വിഷു അല്ലേ, കാലത്ത് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വരുമോ? എന്താറിയാമോ, അപ്പുക്കുട്ട സാർ വിളിച്ച് ഉടനെ ചെന്നില്ല. ഞങ്ങൾ നമ്മുടെ ഐശ്വര്യമാണ്. എന്നാ പിന്നെ ഇനി സമയം കളയണ്ട, നമുക്ക് എല്ലാവരും അല്ല ഏട്ടൻ വരട്ടെ, ഏട്ടൻ വരട്ടെ. അവിടെ പോയി. അല്ല കനകനവിടെ പുറത്തു പോയി ഇപ്പൊ വരുമെന്ന് പറഞ്ഞ്. ആരെയോ കണ്ടിട്ട് എന്തോ സാധനം വാങ്ങിക്കണോന്ന് പറഞ്ഞു. അല്ല കുറച്ചു നേരമായി പോയിട്ട് 1/2 മണിക്കൂർ. എവിടെ പോയെന്ന് പറഞ്ഞാ? അതെനിക്കറിയത്തില്ല. ഇത് എന്നെ കുഴപ്പം. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നേരത്തെ അമ്മാവൻ പറഞ്ഞില്ലേ ആവശ്യം ഉണ്ടെങ്കിൽ മണല്ലേ മുള്ളുള്ളൂ എന്ന്. അത് ഞാനല്ല കേട്ടാ. പിള്ളേർക്കൊക്കെ കൊടുക്കാം, അപ്പത്തേനും അവൻ വരും. ഇവര് കഴിക്കട്ടെ. എന്നാലും ഇപ്പൊ അവൻ എങ്ങടെ പോയി? എനിക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ് ചായ തന്നാലും മതി, ഞാനും കൂട്ടത്തിൽ കൂടിയതാവാം. ക്ലീറ്റൻ അത്ര ഇതാണ് ഈ പോ. നീ ഇത് ചുമ്മാ ഇരുന്ന് നിനക്ക് എല്ലാം അറിയാം, ഒന്നും അറിഞ്ഞൂടെന്ന് അലപ്പ് ഒരു കാര്യം പറയുമ്പോ പിള്ളേരുടെ അല്ലടാ, എന്നാലും അവൻ എങ്ങടെ പോയിന്ന് പറഞ്ഞൊന്നുമില്ല ഞങ്ങളോട്. അവനെ വിളിക്കങ്ങോട്ട് ഇല്ലേ? അവനൊന്ന് വിളിച്ചേ. വിളിക്കാം. വരാൻ പറയും പെട്ടെന്ന്. റോസ്മേരി അന്ന് നല്ല ബീഫ് കറി അപ്പം ഉണ്ടാക്കി തരാന്ന് പറയാം. എന്നിട്ടാ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും ഈ പന്ന ചമ്മന്തി ഇങ്ങനെ അമ്മ ചമ്മന്തി വിഷുവായിട്ട് അമ്മ എടുത്ത് വേറെ ഒക്കെ ഉണ്ടാക്കാൻ പറയാം. കഴിച്ചു കഴിഞ്ഞാ തീർത്തേ ഇനി എല്ലാവർക്കും ഇരിക്കാനുണ്ട്. നല്ല ചമ്മന്തി കേട്ടോ, ഞാൻ പറയുക. പിള്ളേര് കഴിച്ചു കഴിഞ്ഞ് ഇത് എടുക്കണില്ല ചേച്ചി, എടുക്കണില്ല. അവിടെ വെച്ചോ, അവിടെ വെച്ചോ. ഇങ്ങോട്ട് വന്നേക്ക്. അമ്മേ, അമ്മായി, കഴിച്ചു. കുഞ്ഞ് കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആ കൊച്ചുങ്ങളൊക്കെ കഴിച്ചാ മതിയാ കുഞ്ഞിന്? ഇനി വേണോ ദോശ? കുട്ടികളെ കഴിച്ച് കഴിഞ്ഞെങ്കിൽ മതി. കഴിഞ്ഞാ അവര് കഴിച്ചു കഴിഞ്ഞ ഇരിക്കെ അമ്മ കഴിച്ചാ? ഞാൻ കഴിക്കാം. വിളിച്ചിട്ട് എടുക്കണില്ലാന്നേ. എടുക്കണില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന് ആവശ്യമുള്ള ഈ ഓരോ അത്യാവശ്യമായിട്ട് നിൽക്കുമ്പോ നീ വിളിച്ചാ? ഇപ്പൊ വിളിച്ചിട്ട് എവിടെ പോയത്? എന്തിനാ അവന് നോക്കണം? അവന് 100 കൂട്ടം തിരക്കണ്ട. നിങ്ങളിപ്പോ അവിടെ ഇരിക്കുന്നു. അതെങ്ങനെ വിഷു ദിവസം 100 കൂട്ടം തിരക്ക്? എല്ലാരും കൂടി ഇവിടെ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിട്ട് പിന്നെ ആരോടും പറയണ്ട, അവൻ അങ്ങോട്ട് പോവാ. അവനെക്കാളും തിരക്കുള്ള ഒരാളാണ് ഞാൻ. അപ്പുക്കുട്ട സാർ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി അമ്മ പറഞ്ഞുകൊണ്ടാണ് കഴിച്ചിട്ട് പോവാന്ന് വെച്ചത്. അവൻ പറഞ്ഞവരെ കാത്തു വെക്കണമെന്ന് പറഞ്ഞാൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാണ്, നിനക്കും അറിയാലോ. ഞാൻ സുരേഷ് ചേട്ടനെ ഒന്ന് വിളിച്ചു. ആരെങ്കിലും വിളി. രാവിലെ അവിടെ ഇവിടെയൊക്കെ വായി നോക്കാൻ പോണെന്തിനാണ്? ചിലപ്പോ വല്ല മിലിറ്ററി എന്തെങ്കിലും എടുക്കാൻ പോയിട്ടാവോ വിഷുവിന്? അല്ല അങ്ങനെയാണെങ്കിലും നമ്മളോട് പറയാണ്ട് പോവില്ലോ അല്ലേ? ഇവന് അപകടം ഉണ്ടായാവോ? തുടങ്ങി നേരം വെളുക്കുമ്പോ. ഹലോ, ആ സുരേഷ് ചേട്ടാ, ഹാപ്പി വിഷു.
അവിടെ ഇരിക്കണം, ഇങ്ങോട്ട് വരാൻ പറയാനാണ്. എന്തേ എല്ലാരും എന്തേ? ആ ഇവിടെ എല്ലാരും ഉണ്ട്. സുരേഷ് ചേട്ടാ, ഞാൻ വിളിച്ചതേ ഏട്ടൻ അങ്ങോട്ട് വന്നായിരുന്നാ? ഇല്ലേ? അല്ല, ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ ആരെയോ കാണാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച സുരേഷ് ചേട്ടനായിരിക്കുമെന്ന്. ഇല്ലല്ലേ? ഹാ എന്നാ ശരി, എന്നാ ഞാനതൊന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചിയോടും കൊച്ചിനോട് ഹാപ്പി വിഷു പറയണേ. എവിടെയെങ്കിലും പോകേണ്ട കാര്യത്തിൽ അവിടെ ചെന്നിട്ടില്ലെന്ന്. നീ അവനെ ഒന്നുകൂടെ ഒന്ന് വിളിക്കുന്ന. ആ ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. ഒന്നുകൂടെ വിളിക്കടി. ആ വിളിക്കാം. എനിക്ക് എന്തോ ഒരു ടെൻഷൻ. എന്തിന്? എന്താ പിന്നെ ഒരു വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. റിങ് ചെയ്യുന്നുണ്ടെന്നേ. അമ്മേ നാളെ അച്ഛന്റെ ഫോൺ നാളെ സൈലന്റാ. നീ ഇവിടെ വെച്ചിട്ടാണോ പോയത്? ഇവന്റെ കാര്യം അവൻ നല്ലൊരു ദിവസമായിട്ട് മനുഷ്യന്റെ വായി ഇരിക്കണത് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എന്തിനാ ഞാൻ പറഞ്ഞതാണ് പോവല്ലേ പോവല്ലേ. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്തിന്? എന്നിട്ട് നിന്നെ അന്വേഷിക്കാൻ വേറെ ആൾ വരണം. നീ അവിടെ ഇരിക്കും, അവൻ വരണ്ടോ നോക്കാം. എന്നാ പിന്നെ നമുക്ക് കഴിക്കാം. അല്ല, അത് എങ്ങനെയാടാ അവൻ വരാണ്ട്? ഇതിപ്പോ കഴിക്കാനും പറ്റൂല, മനുഷ്യന് പോകാനും പറ്റൂല. ഇത് ചാവയല്ല, കട്ടിൽ ഒഴിയല്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. ഇതാണ് ഏട്ടാ അരമണിക്കൂർ. എടി അവിടെ പോയപ്പോൾ അത്യാവശ്യമായിട്ടൊരു കാര്യം. നമ്മൾ 100 അത്യാവശ്യമുള്ളവരാണ്. ഇത് ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ ഒരു സന്തോഷമുള്ള ദിവസം വേണ്ടാണ്. കഴിക്കാം. ഒന്നല്ലേ പോണ സ്ഥലം പറയണം, അല്ലെങ്കിൽ ആ ഫോണെങ്കിലും കൊണ്ടുപോകണം. മതി, അവൻ വന്നല്ലോ, ഇരിക്കടാ അവിടെ. അന്ന് പിന്നെ കഴിച്ചു തുടങ്ങാം. എടുക്കി കഴിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് വാങ്ങണമെന്നുള്ളത്. അമ്മ, ഞാനൊരു 3.5 സെന്റ് സ്ഥലം വാങ്ങി. പേപ്പർ വർക്കൊക്കെ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞായിരുന്നു. ചേട്ടൻ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നല്ല ദിവസമായിട്ട് 1-ാം തീയതി ആയിട്ട് വിഷുവായിട്ട് അത് പറയാൻ കരുതി. എന്തായാലും അത് നന്നായിടാ. സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് സമ്പാദിക്കുക എന്നുള്ളത് അതൊരു ഭാഗ്യമേ. സ്ഥലം വാങ്ങിക്കണമെങ്കിൽ നമ്മളിതൊക്കെ പറഞ്ഞാൽ അതിന് ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ കൊടുക്കാനുണ്ടായിരുന്നു. ഇതിപ്പോ എവിടെ മേടിച്ചത്? ഇത് നമ്മുടെ ഇടപ്പഴിഞ്ഞ് തിരിയുമ്പോഴേ സ്കൂട്ടർ പോകുന്ന വഴിയേ ഉള്ളു. എത്ര സെന്റ് ഉണ്ട്? 1.5 സെന്റേ ഉള്ളു. മതി. സ്വന്തമായിട്ടൊരു മണ്ണുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യ. ക്ലീറ്റോ, നീ എന്നാടാ നീ ഒരു മണ്ണ് മേടിക്കല്? സ്ഥലമൊക്കെ വാങ്ങിക്കാൻ എല്ലാവരെയും ഇഷ്ടം പോലെ പൈസ ഉണ്ട്. നമ്മളൊരാവശ്യത്തിന് ചോദിച്ചാൽ ആരെങ്കിലും പൈസ ഇല്ല. വിഷമിക്കണ്ട, അവനും വാങ്ങിക്കും അല്ലേ? അമ്മ, ഭഗവാനേ. എടി, തിരുവനന്തപുരം പൂജപ്പുര ഇടപ്പഴഞ്ഞിയിൽ ചിത്രാനഗറിൽ A621 നമ്പർ വീട്ടിൽ താമസിക്കുന്ന മുത്തുരാമൻ മകൻ കനകൻ, മത്തായി മകൻ ക്ലീറ്റസ് എന്നിവരുടെ പേർക്ക് എഴുതി കൊടുക്കുന്ന പട്ടയ തീരാതായി. ഈ വിഷു എന്ന് പറയുമ്പോൾ തുല്യല്ലേടി. ഈ രാത്രിയും പകലും ഒരുപോലുള്ള സമയം. ഞാൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ എല്ലാവരും അവനെ പറ്റിയാണ് ചോദിക്കുന്നത്. അവൻ പുറത്തിറങ്ങുമ്പോഴും എന്നെ പറ്റിയായിരിക്കും അവനോട് ചോദിക്കുന്നത്. വീട്ടിനകത്തും പുറത്തും ഒക്കെ കനകനും ക്ലീറ്റസും ഒരുമിച്ചല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഒരു മണ്ണ് വാങ്ങുമ്പോൾ ആ ആധാരത്തിനകത്തും എൻ്റെ പേരിനോടൊപ്പം അവൻ്റെ പേരുടെ തോന്നി. നന്നായി കേട്ടോ. ഹാപ്പി വിഷുവല്ലേ, ഹാപ്പി വിഷുവല്ലേ.